5 വർഷം ബി.ജെ.പി. സംസ്ഥാന ഘടകത്തെ നയിച്ച ശേഷമാണ് കെ സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിൽ നിന്ന് നാളെ പടിയിറങ്ങുന്നത്. പാർട്ടിക്ക് ഒരു ലോക്സഭാ എംപിയെയും 20% വോട്ട് വിഹിതവും നേടിക്കൊടുക്കാൻ അധ്യക്ഷനായിരിക്കെ സുരേന്ദ്രന് കഴിഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രൻ തുടർന്നേക്കുമെന്നായിരുന്നു കരുതിയിരുന്നതെങ്കിലും രാജീവ് ചന്ദ്രശേഖറിലേക്ക് ദേശീയ നേതൃത്വം എത്തുകയായിരുന്നു. കേരള ബി.ജെ.പിയുടെ തീപ്പൊരി നേതാവായിരുന്നു കെ സുരേന്ദ്രൻ. 2020 സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രനെ ദേശീയ നേതൃത്വം തെരഞ്ഞെടുത്തതും ഊർജ്ജസ്വറ്റ നേതൃത്വം പാർട്ടിക്കുണ്ടാകണമെന്ന നിർബന്ധത്തിലാണ്. സുരേന്ദ്രന്റെ ജനപ്രിയതയും ആക്രമണോത്സുക മനോഭാവവും പാർട്ടിയിലെ വിഭാഗീയത ഇല്ലാതാക്കുമെന്നും സംസ്ഥാനത്ത് പാർട്ടിയെ വളർത്തുമെന്നും ദേശീയ നേതൃത്വം കണക്കുകൂട്ടി. യുവമോർച്ച നേതാവെന്ന നിലയിൽ സുരേന്ദ്രൻ നേതൃത്വം നൽകിയ സമരങ്ങളും ശബരിമല സമരവും നേതൃപദവിയിലേക്ക് അനുകൂല ഘടകങ്ങളായെങ്കിൽ ഇന്ന് RSSന്റെ പിന്തുണ നഷ്ടപ്പെട്ടതും പാർട്ടിയിലെ വിഭാഗീയതയും സുരേന്ദ്രന്റെ പടിയിറക്കത്തിന് കാരണങ്ങളായി. സംസ്ഥാന ബി.ജെ.പിയുടെ നല്ല കാലമായിരുന്നു സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്ന 5 വർഷമെന്ന് തന്നെയാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതും ബി.ജെ.പിയുടെ വോട്ട് ശതമാനം കൂടിയതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായതും സുരേന്ദ്രന്റെ പ്ലസ് പോയിന്റുകളാണ്. പക്ഷേ മുമ്പില്ലാത്ത വിധം ഗ്രൂപ്പ് തർക്കവും വിഭാഗീയതയും വർദ്ധിച്ചത് വിനയായി. പാലക്കാട്ടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും കേന്ദ്ര നേതൃത്വം മറക്കാനിടയില്ല. PS ശ്രീധരൻപിള്ളയെ മിസോറാം ഗവർണർ പദവിയിലേക്ക് മാറ്റിയാണ് കെ സുരേന്ദ്രനെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ നേതൃപദവിയിലേക്ക് എത്തുമ്പോൾ സുരേന്ദ്രന് ഇനി എന്ത് പദവിയാണ് ലഭിക്കുക എന്നത് വ്യക്തമല്ല. മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ബി.ജെ.പി. കോർ കമ്മിറ്റിയിൽ സുരേന്ദ്രൻ തുടരാം. ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി സുരേന്ദ്രൻ മാറാനുള്ള സാധ്യതയും നിലവിലുണ്ട്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.